വില്ലീസിൻ്റെ ജീപ്പ് ഇട്ടാ പഴയത്. സംസാരിക്കുന്ന റോബോട്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് പറഞ്ഞു തരുന്ന റോബോട്ട്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു മാരകമാണ്. എന്ത് സംഭവമൊന്നും പിടുത്തം കിട്ടണില്ല. ഇത് ഒരു സംഭവമാണ്, സ്പിന്നിങ് ഡിസ്പ്ലേ. ഹലോ ബഡീസ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെറാഡ് പോൾ. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര, ഞാൻ വീടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ തൃശ്ശൂർ മോട്ടോർ ഷോ, അടിപൊളി പരിപാടിയാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 മോട്ടോർ ഷോ അവിടുത്തെ എഞ്ചിനീയറിംഗ് പിള്ളേർ നടത്തുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറാണ്. അപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചു. ഫസ്റ്റ് തന്നെ ഒരു പഴയ ബെൻസ് W സീരീസിൽ വരുന്നൊരു ബെൻസാണ്. അത് കണക്ക് എടുക്കുന്നുണ്ട്. അവിടെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ജിംനി, മാരുതിയുടെ പുതിയ 4-wheel ഡ്രൈവ് വണ്ടി, അതോരം കൊണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് കിടക്കാണ്. പഴയൊരു ജീപ്പാണ്, വില്ലീസ് ജീപ്പായിട്ട് തോന്നുന്നു. വില്ലീസ് തന്നെയാണ്. നല്ല പഴക്കമുള്ളൊരു വണ്ടിയാണ്. സ്റ്റോക്ക് പീസായിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ കൊണ്ട് നടക്കുന്നുണ്ട്. പച്ച കളറൊക്കെ അടിച്ച് നല്ല സ്റ്റൈല വണ്ടി. നല്ല ഫ്രണ്ട് മറ്റേ ഗ്ലാസ് 2 ടൈപ്പ് ഗ്ലാസ്സൊക്കെ പറഞ്ഞത്. പിന്നെ നല്ല സെറ്റപ്പ് തന്നെ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഒരു ബാർകോഡല്ല, ഒരു വള്ളി കെട്ടി അതിനെ തടഞ്ഞേക്കാണ്. അല്ലെങ്കിൽ അടുത്ത് പോയി നല്ല വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ അത് സമ്മതിക്കുന്നില്ല. അതായത് നല്ലൊരു വണ്ടിയാണ്. അതിൻ്റെ വില്ലീസിൻ്റെ ഒരു ചിഹ്നമൊക്കെ ഇതേ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പഴയൊരു ജീപ്പ്, ഇതും വില്ലീസാണോ എന്നൊരു സംശയമുണ്ട്. നല്ല സെറ്റപ്പാണ്. ഇത് റീവണ്ടിയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല പക്ക സ്റ്റോക്ക് വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും നല്ല സ്റ്റൈലൻ ജീപ്പ് തന്നെ കേട്ടോ. ഓപ്പൺ ജീപ്പാണ്, നല്ല സെറ്റപ്പ്. ഇതേ അടുത്ത വണ്ടി വോക്സ് വാഗൻ്റെ പഴയ ഒരു വണ്ടി, നല്ല വിൻറ്റേജ് വണ്ടി. ഞാൻ ഈ വണ്ടി, ഇങ്ങനത്തെ വണ്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല സെറ്റപ്പായുണ്ട്, നല്ല റെഡ്. ഇതും അത്യാവശ്യം സ്റ്റോക്ക് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ പണിതിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പാർട്സാണ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ്. വോക്സ് വാഗനൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ വണ്ടികൾ ഈ ടൈപ്പ് സാധനമൊക്കെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതേ കുറച്ച് ഇലക്ട്രോണിക്സ് സ്കൂട്ടേഴ്സ്, കുറച്ച് വണ്ടികളൊക്കെയാണ്. ഇതൊക്കെ ഇവരുണ്ടാക്കിയ വണ്ടികളാട്ടാ. ഇതൊക്കെ ഈ സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് പിള്ളേർ ഉണ്ടാക്കിയ വണ്ടി. സ്വന്തമായിട്ട് അവർ ഈ ഒരു ഇത് പ്രമാണിച്ച് അവർ തന്നെ ഹാൻഡ് മെയ്ഡ്, കൈക്ക് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേരോടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർ ഈ പരിപാടിക്ക് ഉണ്ടാക്കിയതാണ്. അടുത്തൊരു ജീപ്പ്, ഇത് ഓഫ് റോഡ് പോണ ഒരു ജീപ്പാണ്. ടയറൊക്കെ നല്ല പക്കാ സാധനം, നല്ല വലിപ്പമുള്ള ഹെവി പരിപാടി. അതെ ഓഫ് റോഡ് സ്റ്റൈൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് പ്രീമിയം കാറുകളാണ്. ഇത് BMW 2 പ്രീമിയം കാറുകളാണ്. പേര് നമുക്കതിന് കൃത്യമായിട്ട് അറിയില്ല, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരില്ലാത്തതുകൊണ്ട് ഞാൻ പേര് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ BMW 2 സൂപ്പർ കാറുകൾ കേട്ടോ. ഇതൊക്കെയാണ് തുടക്കം. നല്ല വണ്ടികളാണ്. അങ്ങനെ ഇത് 2 കഴിഞ്ഞാൽ ഇത് അടുത്തത് പഴയ കുറച്ച് സൈക്കിളുകൾ. ഇതൊക്കെ ഉണ്ടാക്കിയ സൈക്കിളുകളാണ്, ഇവരല്ല. ഇതൊക്കെ സൈക്കിൾ കളക്ഷനുള്ളവരിൽ നിന്ന് കൊണ്ടുവന്ന സൈക്കിളുകളാണ്. 2 ചക്രമുള്ളത്, 3 ചക്രമുള്ളത്, അങ്ങനത്തെ നല്ല വെറൈറ്റി സൈക്കിളുകൾ കുറച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒക്കെയാണ് നല്ല സ്റ്റൈലായുണ്ട്. ഒരു നല്ല കൗതുകമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഈ സംഭവമൊക്കെ നല്ല വ്യത്യസ്തമായ ഡിസൈനുകൾ. നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് വന്നാൽ കുറച്ച് പ്രീമിയം ബൈക്കുകളാണ്. ട്രയംഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നല്ല പക്ക സംഭവങ്ങളാണ്. പ്രീമിയം, വെറുതെ ജസ്റ്റ് പുതിയ വണ്ടികൾ കാണിക്കാൻ വേണ്ടി. വീണ്ടും നമ്മൾ എൻജിൻ്റെ പാർട്സുകൾ, അതുപോലെ ഗിയർ ബോക്സ്, സെൽഫ് മോട്ടർ, ക്ലച്ച്, ഡിസ്ക്, അങ്ങനെ വണ്ടിയുടെ ഒരു എൻജിൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സെക്ഷനിലേക്ക് എത്തിയേക്കാണ്. പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ, അങ്ങനെ ഹെവി എൻജിനുകൾ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഷോയ്ക്ക് വേണ്ടി ഇവർ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഇതാണല്ലോ. പിന്നെ ഇത് 2 സ്ട്രോക്ക് എൻജിൻ്റെ ഒരു പകുതി മുറിച്ചൊരു സെറ്റപ്പ്. അപ്പോൾ ഈ 2 സ്ട്രോക്ക് എൻജിൻ്റെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് അവരിത് 2 സ്ട്രോക്ക് എൻജിൻ മുറിച്ച് കൊണ്ടുവന്നുണ്ട്. പിന്നെ വാട്ടർ കൂളിങ്ങിൻ്റെ വാട്ടർ മോട്ടർ, അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. 2 സ്ട്രോക്ക് എൻജിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ടാവും ആ സ്റ്റുഡൻറ്റ്. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റ്, വാട്ടർ പമ്പ്, ക്യാം ഷാഫ്റ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു എൻജിൻ്റെ വർക്കിങ്
ജസ്റ്റ് സൈഡ് മുറിച്ച് കാണിക്കുകയാണ്. മോട്ടർ വെച്ച് കറക്കിയിട്ടാണ്. പിസ്റ്റൺ മുകളിലേക്ക് 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിനാണ് കാണിക്കുന്നത്. സെക്ഷൻ കംപ്രഷൻ പവർ എക്സ്ഹോസ്റ്റ് അതൊക്കെ കാണിക്കുന്നുണ്ട്. ഗിയർ ബോക്സ് അത് അതിനുശേഷം ക്ലച്ച് വഴി ഡിഫറൻഷ്യലിലേക്ക് എത്തുന്ന ഒരു സെറ്റപ്പാണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊരു വണ്ടിയുടെ ഒരു വർക്കിംഗ്. ബാക്കിൽ ഡിഫറൻഷ്യലിലേക്ക് ആ പവർ വിട്ട് ചക്രത്തെ കറക്കുന്ന ഒരു സെറ്റപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്തതായി നമ്മളിതേ ഒരു പ്രീമിയം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കോടിയൊക്കെ വിലയുള്ള ഒരു സാധനത്തിൻ്റെ അടുത്തേക്ക് എത്താണ്. ലംബോർഗിനി എന്ന് പറയും. അതൊന്നും പറയാനില്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല. വണ്ടി പ്രേമികളുടെയൊക്കെ സ്വപ്ന വാഹനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം നല്ലൊരു കിടിലൻ ലംബോർഗിനി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നല്ല മഞ്ഞ കളറുള്ള വണ്ടിയാണിത്. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ലംബോർഗിനിയുടെ സൈഡ് പിടിച്ചത് ഒരു പോളണ്ട് രാജ്യദൂത് പറഞ്ഞ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നല്ലൊരു കളക്ഷനുള്ളൊരു ഇതാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയുണ്ട്. ഈ സാധനം എനിക്ക് പരിചയമുണ്ട്. പിന്നെ അതേ ഒരു ഔഡിയുടെ ഒരു നല്ലൊരു വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ KTM പുതിയ 2 ബൈക്കുകൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. KTM ഇതൊക്കെ നല്ല സൂപ്പർ വണ്ടികളാണ്. എനിക്ക് പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വേഗം ഇത് പോവാണ്. ഇത് ഹോണ്ടയുടെ ഒരു പുതിയ വണ്ടി. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ കണ്ട് പോവാണ്. ഹോണ്ടയുടെ വണ്ടിയാണിത്. ഫ്രണ്ട് ബാക്കൊക്കെ ഡിസ്കുള്ളൊരു സംഭവം, എനിക്ക് പേരറിയില്ല. പിന്നെ അതേ നമ്മൾ വിൻറ്റേജ് മേഖലയ്ക്ക് കിടക്കുകയാണ്. ഇതേ നമ്മുടെ ഇഷ്ട മേഖല വിജയ് സൂപ്പർ, ബജാജിൻ്റെ 150 അല്ലെങ്കിൽ പ്രിയ, ഇത് സാധാ ചേതക്ക്, ഇത് ലാംബി, നല്ല വിൻറ്റേജ് നമ്പറുണ്ട്. ഇത് സാധാ ചേതക്ക് തന്നെ. അങ്ങനെ വിൻറ്റേജ് പ്രസ്ഥാനം അവർ ഒഴിവാക്കിയില്ല. 2 സ്ട്രോക്കിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അത് ഈ ലംബോർഗിനിയുടെ തന്നെ ഈ സൈഡ് ഇട്ടാ ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ. നല്ല ഫ്രണ്ട് നമ്മൾ കാണിച്ചില്ലല്ലോ, ഫ്രണ്ട് സൈഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്കാ വണ്ടി കേട്ടോ, സ്റ്റോക്ക് വണ്ടിയാണ്. നല്ല സ്റ്റോക്ക് വണ്ടിയൊന്നും പറയണ്ട, ലംബോർഗിനി പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല സ്റ്റൈലാണ്, നല്ല ഹൈറ്റ് കുറഞ്ഞ, നല്ല എന്താ പറയുക, അങ്ങനെ ഒരു പ്ലേറ്റ് കമത്തിയിട്ടാണ് പോലെ തോന്നുന്നത്. നമ്മൾ ഇനി കിടക്കുന്ന സംഭവമാണ് ഒരു പ്രസ്ഥാനട്ടത്. ഇതൊരു മുതലാണ്. ഈ സംഭവമാണ് സ്പിന്നിങ് ഡിസ്പ്ലേ മോണോഗ്രാം. ഇതൊരു ഐറ്റം തന്നെ കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൽ ഓരോ പിക്ചറുകൾ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും, മൂവിങ് ചെയ്യണം. അത് സിനിമ കാണുന്ന പോലെ കാണാം സംഭവം. ഇത് മൊബൈലിൽ അത്ര ഷട്ടർ സ്പീഡ് കുറച്ചൊക്കെ എടുത്താലാണ് ഇതിൻ്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ എന്നാണ് ആ സ്റ്റുഡൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്നാലും ശ്രദ്ധിച്ചാൽ ഇതിൽ കുറച്ച് പടങ്ങളൊക്കെ ഇപ്പോൾ തെളിവിട്ടാ. ഇതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഇതൊരു സംഭവമായിട്ട് കണ്ടത്. അതായത് കാർ പറഞ്ഞതൊക്കെ ശരിക്കും വീഡിയോ കാണുന്ന പോലെ കാണാം. ഇതിലിപ്പോൾ ഷട്ടർ സ്പീഡ് കുറയ്ക്കണമെന്നാണ് അവർ പറഞ്ഞത്. നമുക്കത് സെറ്റ് ചെയ്യാൻ അറിയില്ല. സ്പിന്നിങ് ഡിസ്പ്ലേ മോണോഗ്രാം കേട്ടോ. ഇത് നമ്മുടെ GT മസ്താങ്ക് എന്ന് പറയുന്നൊരു കിടിലൻ സാധനമാണ്. മസിൽ കാർ, ഒരു രക്ഷയില്ലാത്ത മുതലാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഇത് ഞാൻ കുറേ ഇങ്ങനെ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കി നിന്നുണ്ട്. അടിപൊളി ഒരു സാധനമാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു മുതലാണ് കേട്ടോ. നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇതും കുറച്ച് പ്രീമിയം ബൈക്കുകളാണ്. വെറുതെ പരസ്യത്തിന് വേണ്ടി കൊണ്ടുവച്ചേക്കുന്നതാണ്. പിന്നെ കുറേ കമ്പനികളുടെ കൊണ്ടുവച്ചേക്കാണ്. ഒരെണ്ണം ഹോണ്ടയുടെയാണ്. ഇതും ഹോണ്ടയെന്ന് തോന്നുന്നു. ഡുക്കാട്ടി ഉണ്ടോ? ഡുക്കാട്ടി, സോറി. അങ്ങനെ പ്രീമിയം വണ്ടികളാണ്. ഇതേ ഇനിയാണ് നമ്മളൊരു കിടിലൻ സാധനം കാണിക്കാൻ പോകുന്നത്. ഇതാണ് മുതൽ. ഇത് മുതൽ എന്ന് പറഞ്ഞാൽ ഇത് എന്തിൻ്റെ വണ്ടിയെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതിൻ്റെ പേരാണ്, ഇതിനൊരു പ്രത്യേക പേര് ഇട്ടേക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ GT അതിനെ പണിത് ഈ പരിവാക്കിയെടുത്തേക്കുന്നതാണ്. അത് ഒരു രക്ഷയില്ല. വണ്ടി ഒരു മാരക സംഭവം. ഇതാണ് ഇവിടെ വന്നതിലെ ഏറ്റവും ഹൈലൈറ്റ് വണ്ടി. എല്ലാവരും ശ്രദ്ധിച്ച വണ്ടി. എല്ലാവരും ഇതുമേക്കാണ് നോക്കിയത്. ഇത് ട്രാക്കിലൊക്കെ ഇറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഈ വണ്ടി കേട്ടോ. GTനെ പണിതെടുത്തതാണ്. എന്തായാലും സെറ്റപ്പ് ആയിട്ടുണ്ട്, നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ഈ ഷോയിലെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത്
ഈ സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. GT എങ്ങനെ ആക്കിയെടുക്കാമെന്ന് റോയൽ എൻഫീൽഡ് തന്നെ കാണിച്ചു. അപ്പം നമ്മളിനി നമ്മുടെ പരിപാടിയൊക്കെ കഴിയാൻ പോവാണ്. കുറച്ച് വിൻറ്റേജ് കാറുകളും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു റോബോട്ടിക് മേഖലയ്ക്ക് കിടക്കും. ഇത് BMW ഒരു വിൻറ്റേജ് വണ്ടി. ഇത് നല്ല സ്റ്റോക്ക് പീസാണ്, പക്ക സ്റ്റോക്ക്. ഈ BMൻ്റെ ഒക്കെ വിൻറ്റേജ് വണ്ടികൾ അങ്ങനെ അധികം ആൾക്കാരിൽ ഇല്ല, കാരണം അധികം ഒന്നും ഇന്ത്യയിൽ ഇറങ്ങിയിരുന്നില്ലല്ലോ. നല്ല പക്ക മഞ്ഞ കളർ അടിച്ച് നല്ല പക്ക സ്റ്റൈലും വണ്ടി, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണ്. ഒരു രക്ഷയില്ല, നല്ല കണ്ടുക നല്ല രസമുള്ളൊരു വണ്ടിയാണ്. നമ്മൾ നേരെ അടുത്തേലേക്ക് പോവാണ്. ഇതൊരു മാരക സാധനമാണ്. ഇത് പഴയ ആംബുലൻസായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ബെൻസിൻ്റെ W123 വരുന്ന ആ സീരീസിൽ ഫ്രണ്ടുള്ള വണ്ടിയാണ്. പഴയ ആംബുലൻസായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇത് നല്ല രീതിയിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നു. ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണുന്നത്. ഇത് നല്ല ഒരു കളക്ഷനാണ്, നല്ലൊരു സംഭവമായി തോന്നി. ഇത് നന്നായി ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പോയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ട് പേരും സംഭവമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇനി നമ്മൾ നേരെ കുറച്ച് പ്രീമിയം വണ്ടികളും കൂടി ബൈക്കുകളൊക്കെ കണ്ട് നമ്മൾ ഒരു ഓഡിയുടെ അടുത്തേക്ക് എത്താണ്. ഡബിൾ സീറ്റ്, ഒരു രക്ഷയില്ലാത്ത വണ്ടി. അതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണുന്നത്. നമുക്കും വലിയ പ്രീമിയം വണ്ടികളെ കുറിച്ച് അത്ര കണ്ട് ധാരണയില്ല. അപ്പം അങ്ങനെ ഇതിൻ്റെ അടുത്തേക്കൊന്നും ചെല്ലാൻ പാടില്ല. എന്നാലും നമ്മൾ ചാടി കയറി ഇതിൻ്റെ എഞ്ചിനിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അതൊരു ഞാനുണ്ടങ്ങനെ ചെല്ലണം. എൻജിൻ ബാക്കിലാണ് വന്നെ. അതൊരു സെറ്റപ്പാണ്. അതങ്ങോട്ട് ചെല്ലാൻ പാടില്ല, പക്ഷേ എന്നാലും നമ്മളങ്ങോട്ട് ചെന്നു. ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതേ ഇരിക്കുന്ന എൻജിൻ ഇതിൻ്റെ ഇങ്ങനെ മുകളിൽ കൂടെ നോക്കി കാണാം ഇതിൻ്റെ എൻജിൻ. പിന്നെയാണ് റോബോട്ടിക് മേഖല. ഇനി അവസാനിച്ച പരിപാടി ഈ റോബോട്ടിക് മേഖലയിലേക്ക് നമ്മൾ കടന്നു. ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന റോബോട്ട് കേട്ടോ. അപ്പോൾ ഈ റോബോട്ട് ഇന്ത്യയിൽ ഒരെണ്ണം കണ്ടുള്ളൂ. ഇത് ഭയങ്കര വിലയാണ് ഈ സംഭവത്തിന്. പിന്നെ ഒരു കാർ ഉണ്ടാക്കുന്നത് റോബോട്ടുകൾ, അതിൻ്റെ ടെക്നോളജി, റോബോട്ടല്ല അതിൻ്റെ മിഷനറീസ് വെച്ച് ടെക്നോളജി വഴി ഒരു കാർ മേക്കിങ്, ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ ഒരു ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഒരു കാർ മേക്കിങ് കേട്ടോ. അത് നല്ല സംഭവമുണ്ട്. അതിൻ്റെ ബോഡി അതൊക്കെ സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ സംഭവമൊക്കെ ആയിട്ടുള്ളത് വേണ്ട. ബോഡി വയ്ക്കുന്നു. പെട്ടെന്നൊരു ലളിതമായൊരു സംഭവം കേട്ടോ, ചെറുതായിട്ട് കാണിക്കുന്നതാണ്. നല്ല രസമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഓട്ടോഷോയില്ല, അതിലൊരു വണ്ടി ഉണ്ടാക്കുന്നത് തന്നെ നല്ല രസമല്ലേ. അങ്ങനെ ഇതാണ് സംഭവം കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടി അവസാനിച്ചു. പിന്നെ കുറേ റോബോട്ടുകളും സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് ആ ഒരു മേഖല അത്ര താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ തൃശ്ശൂർ മോട്ടോർ ഷോ ഇത്ര ഉള്ളൂ കേട്ടോ സംഭവം. ഓക്കെ.